മുമ്പ് മൈത്രൻ തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഞാൻ ഒരു 20 വർഷം മുമ്പ് കുടുംബം പിരിച്ചുവിട്ട ഒരാളാണ്. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ കുടുംബങ്ങൾ എന്നുള്ളൊരു ചങ്ങല അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബന്ധനം എന്നുള്ള രീതിയിലേക്ക് ഇല്ലാതാക്കണം എന്നുള്ളത് പൊതുവെ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എനിക്കത് നല്ല നിശ്ചയമുണ്ട്. കുടുംബം പിരിച്ചുവിട്ടെന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ ചോദ്യം തന്നെ അങ്ങനെ ഉണ്ടായത്. തമിഴിലൊരു ചൊല്ലുണ്ട്, തമ്പി ഉനക്ക് എതുക്ക് ബന്ധുക്കൾ ശത്രുക്കൾ. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. ഉത്തരവാദിത്തം ഇല്ലാതാവില്ലാണോ പിരിച്ചുവിടുക? നമ്മൾ ഈ കാണുന്ന കുടുംബങ്ങളിൽ മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നം കുട്ടികളെ അവർ വളർത്തി തീരുന്നില്ല എന്നുള്ളതാണ്. നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല മോനെ. വളർന്ന കുഞ്ഞുങ്ങളെ എല്ലാ ജീവികളും അവരുടെ അടുത്തുനിന്നും മാറ്റും. മനുഷ്യര് അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചവരും 100% ഞാൻ യോജിക്കുന്നു. മടുപ്പ് ഉണ്ടായിരുന്നു. അല്ലടോ, ഇതങ്ങനല്ല. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് പറയണം എന്നോട്. വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ താൻ തലകുത്തി നിന്നാൽ തന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താനൊരു പുല്ലും തിന്നത്തില്ല. അത്ര അറിയണം. അത് ഇയാൾക്ക് മടുപ്പ് വരുന്നോണ്ടല്ല, വയറ് നിറയുന്നതുകൊണ്ട്. ആദ്യം തന്റെ ഈ പരന്നു കിടക്കണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങിട്ട് കുജാര കുജാര ഇങ്ങിട്ട് കുജാര. ആ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം എത്ര പായസം എത്ര കൊള്ളാന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് കഴിക്കരുത്, ഛർദിക്കും. അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്രേ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, കേരളം ഒരു ഭ്രാന്താലയമല്ല, 1 കോടി ഭ്രാന്താലയങ്ങൾ കൂടിച്ചേർന്ന ഒരു വലിയ ഭ്രാന്താലയമാണെന്ന്. ഇവിടെ ഭ്രാന്തില്ലാത്ത ഒരുത്തനുമില്ല.